സംഗീതം ഒരു ഭാഷയാണ്. വാക്കുകൾക്ക് അതീതമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ സംഗീതത്തിന് കഴിയും. ഫാദർ ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈണം എന്നത് വെറും കച്ചവടമായിരുന്നില്ല, മറിച്ച് തന്റെ വിശ്വാസത്തിന്റെ പ്രകാശനമായിരുന്നു. ദൈവം പിറക്കുന്നു മാനസത്തിൽ എന്ന് തുടങ്ങുന്ന വരികൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ അവിടെ ഒരു വൈദികന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കുന്നത്. വൈദികൻ ഗാനങ്ങളിലൂടെ നടത്തുന്ന ഈ ആത്മീയ ഉണർവ് വലിയൊരു ദൗത്യമാണ്. പ്രസംഗ പീഠത്തിൽ നിന്ന് പറയുന്ന മറ്റു വാക്കുകളേക്കാൾ വേഗത്തിൽ ഒരു വരി ഗാനം വിശ്വാസിയുടെ ഉള്ളിൽ തൊടും. കുമ്പളങ്ങയിലെ കായൽ കാറ്റേറ്റ് വളർന്ന ആ സംഗീതബോധം കർമ്മലിത്ത സഭയുടെ ആത്മീയ സഭയിൽ അലിഞ്ഞു ചേർന്നപ്പോൾ പിറന്നത് കാലാതീതമായ ഗാനങ്ങളാണ്. ഫാദർ ജസ്റ്റിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് പേരുകളാണ് ഡോക്ടർ KJ യേശുദാസും KS ചിത്രയും. സംഗീതജ്ഞനും വൈദികനും തമ്മിലുള്ള ആത്മബന്ധം മലയാളത്തിന് സമ്മാനിച്ചത് നിത്യഹരിത ഗാനങ്ങളാണ്. യേശുദാസിന്റെ ശബ്ദത്തിൽ അച്ഛൻ ചിട്ടപ്പെടുത്തിയ മിക്ക ഗാനങ്ങളും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ വെറും നിമിഷങ്ങളായിരുന്നില്ല, മറിച്ച് രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള ഹൃദയ സംവാദങ്ങളായിരുന്നു. മംഗലാപുരം സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുമ്പോഴും അച്ഛന്റെ ഉള്ളിലെ സംഗീതം ഒരു വറ്റാത്ത ഉറവയായി കൂടെയുണ്ടായിരുന്നു. മണിവാതിൽ, പുതിയൊരു പുലരി തുടങ്ങിയ ഗാനങ്ങളിലൂടെ അദ്ദേഹം വിശ്വാസികൾക്ക് പകർന്നു നൽകിയത് പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമായിരുന്നു. വാർദ്ധക്യ സഹജമായ അവശതകൾക്കിടയിലും മഞ്ഞുമലിലെ സന്യാസ ഭവനത്തിൽ ആത്മീയ തേജസ്സോടെ അദ്ദേഹം ജീവിച്ചു. 91 വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ അവശേഷിപ്പിക്കുന്നത് ആയിരക്കണക്കിന് സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്ന ഈണങ്ങളാണ്. മഞ്ഞുമൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒഴുകിയെത്തിയ ജനക്കൂട്ടം വെറും ആരാധകരായിരുന്നില്ല, മറിച്ച് ആ ഗാനങ്ങളിലൂടെ ആശ്വാസം കണ്ടെത്തിയ സാധാരണക്കാരായിരുന്നു. ഒരു വൈദികൻ തന്റെ ആത്മീയ ശുശ്രൂഷയെ കലയുമായി എങ്ങനെ ചേർത്ത് നിർത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പനക്കിൽ വെച്ചത്. കർമ്മലി സഭയുടെ വിനയവും സംഗീതത്തിന്റെ ഔന്നിത്യവും അദ്ദേഹത്തിൽ ഒരുപോലെ വിളങ്ങിയിരുന്നു. ശരീരം കൊണ്ട് വിടവാങ്ങിയെങ്കിലും ഫാദർ ജസ്റ്റിൻ പനക്കൽ ഇന്നും ജീവിക്കുന്നു. പള്ളികളിലെ പ്രാർത്ഥനാ വേളകളിൽ, ക്രിസ്മസ് കാലത്തെ കരോൾ ഗീതങ്ങളിൽ, ഏകാന്തതയിൽ, ദൈവാന്വേഷണം നടത്തുന്ന മനുഷ്യരുടെ ചുണ്ടുകളിൽ അദ്ദേഹത്തിന്റെ ഈണങ്ങളുണ്ട്. ആ ദിവ്യ സംഗീതം ഇനിയുള്ള തലമുറകൾക്കും വഴിവിളക്കാകട്ടെ. മലയാളക്കര നെഞ്ചേറ്റിയ ആ പ്രിയ വൈദിക ശ്രേഷ്ഠനെ, സംഗീത സംവിധായകനെ പ്രണാമം.